ഹലോ മൈ ലിറ്റിൽ ബട്ടർഫ്ലൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഈസി സ്കൂൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഇവിടെ പഠിക്കുവാനായി റെഡിയായിരിക്കുകയാണല്ലേ? എല്ലാവരും മിസ്സിന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടതല്ലേ? അതിൽ സ്ക്രിബ്ലിംഗ്, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലിപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ്ഡ് ലൈൻ ഇതെല്ലാം എല്ലാവരും പഠിച്ചതല്ലേ? ഇനി നമുക്കിന്ന് മലയാളം എഴുതുവാനായി പഠിച്ചാലോ? അറിയാമോ മലയാളം അക്ഷരം എഴുതുവാനായി? അതിനു മുൻപായി മിസ് ഒരു റൈമ് പാടിത്തരട്ടെ. എല്ലാവരും റൈമ് കേൾക്കാനായി റെഡിയല്ലേ? എല്ലാവരും മിസ് റൈമ് പാടുമ്പോ കൂടെ ചെല്ലണേ. ഇന്ന് നമുക്കൊരു മലയാളം റൈമ് പഠിക്കാം. കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. മിസ് പാടിയ റൈമ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതിലേ ഒരക്ഷരത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അല്ലേ മിസ്? ഏതാണ് ആ അക്ഷരം? ഇന്ന് നമ്മൾ ആ പുതിയ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഏതക്ഷരമാ അത്? കാണുന്നുണ്ടോ? റ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, റ. വെരി ഗുഡ് ചിൽഡ്രൻ. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളം അക്ഷരമായ റ എന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? ഇനി റ എന്ന അക്ഷരം എഴുതുവാനായി പഠിച്ചാലോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോണേ. മിസ് ഇവിടെ 2 ലൈൻ കോപ്പി ബുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും കോപ്പി ബുക്ക് വാങ്ങിക്കുവാനായി പാരൻസിനോട് പറയണേ. കണ്ടില്ലേ 2 ലൈൻസ്? ആ ലൈൻസിനകത്തായി മിസ് റാ എഴുതുന്നത് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളും റാ എഴുതുവാനായി ശ്രദ്ധിക്കണേ. എഴുതുമ്പോൾ പറഞ്ഞു തന്നെ എഴുതണേ. റാ, റാ, റാ. എങ്കിൽ നമുക്കിന്ന് പഠിച്ച മലയാള അക്ഷരമായ റ ഇനി റഫ് ബുക്കിലായി എഴുതുവാനായി നോക്കാം. മിസ് കണ്ടില്ലേ, ഇവിടെ റ എന്ന അക്ഷരം മുകളിലായി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് താഴെയായി മിസ് എഴുതുന്നത് പോലെ നല്ല ഭംഗിയിൽ റ എന്ന അക്ഷരം പറഞ്ഞ് എഴുതണം. ഓക്കെ അല്ലേ? മിസ് എഴുതുന്നത് പോലെ മാർജിൻ എല്ലാം ഇട്ട് ഇതുപോലെ നല്ല വൃത്തിയായി തന്നെ എഴുതണം. അതിനുശേഷം 2 കോളം കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾ വൃത്തിയായി എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പി ബുക്കിലായി എഴുതുവാനായി പഠിക്കണ്ടേ? മിസ് ഇവിടെ 2 ലൈൻ കോപ്പി ബുക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി റ എന്ന മലയാള അക്ഷരം റെഡിങ് കൊണ്ട് നല്ല ഭംഗിയായി എഴുതിയിട്ടുണ്ട്. അതിന് താഴെയായി നിങ്ങൾ ഇതുപോലെ നല്ല ഭംഗിയായി തന്നെ റ എന്ന അക്ഷരം എഴുതണം കേട്ടോ. കണ്ടോ, മിസ് എഴുതിയപ്പോ ആ 2 ലൈനിന്റെ അകത്ത് മാത്രമല്ലേ എഴുതിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതുവാനായി ശ്രദ്ധിക്കണം. ഓരോ ലൈൻ എഴുതുമ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. റ. എങ്ങനെയാ പറയേണ്ടത്? റ. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ സ്ലോ ആയി എഴുതുകയും വേണം. ഓക്കെ? പാരൻസിന്റെ ഹെൽപ്പോടുകൂടി പാരൻസിന്റെ ഫ്രണ്ടിലിരുന്ന് തന്നെ വേണം കേട്ടോ ഇത് എഴുതുവാനായിട്ട്. കണ്ടില്ലേ മിസ് എത്ര വൃത്തിയായിട്ടാണ് റ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നതെന്ന്. അതുപോലെ സെക്കൻഡ് റോയും തേർഡ് റോയും കൂടി എഴുതിയതിനു ശേഷം മിസ്സിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഡൺ എന്ന മെസ്സേജ് അയക്കണം കേട്ടോ. ഇനിയും മിസ്സിന്റെ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching. Bye bye. See you next time.